വെൽക്കം ടു ബുദ്ധ സ്ട്രീറ്റ്സ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എറണാകുളത്ത് കാക്കനാടേക്കും എടപ്പള്ളിയിലേക്കും ആലുവയിലേക്കും എല്ലാം തന്നെ 20 മിനിറ്റ്സ് ഡ്രൈവിൽ എത്തിച്ചേരാൻ പറ്റുന്ന ലൊക്കേഷനിലെ ഒരു വില്ല പ്രൊജക്റ്റിനുള്ളിലായിട്ടാണ്. ഈ വില്ല പ്രൊജക്റ്റിനുള്ളിൽ 4 സെന്റ് 400 ലിങ്സ് സ്ഥലത്ത് 1700 സ്ക്വയർ ഫീറ്റിൽ 3 BHK പ്ലസ് യൂട്ടിലിറ്റിയോട് കൂടിയ ഒരു സ്പേഷ്യസ് ആയ വീടാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. എട്ടോളം വില്ലകളുള്ള ഒരു വില്ല പ്രൊജക്റ്റിലാണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്. മോഡേൺ ബോക്സി എലിവേഷനിൽ നിർമ്മിച്ചിട്ടുള്ള ഈ വീടിന്റെ എലിവേഷന് ഭംഗി നൽകാനായി അത്യാവശ്യം ടെക്സ്ചർ വർക്കുകളും സ്പോട്ട് ലൈറ്റുകളും എല്ലാം തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 4 മീറ്ററിലധികമാണ് ഇവിടെ ഇന്റേണൽ റോഡിന്റെ വിഡ്ത് വരുന്നത്. ഇന്റർലോക്കാണ് ഈ ഒരു റോഡിൽ വിരിച്ചിരിക്കുന്നത്. വീടിന്റെ കോമ്പൗണ്ട് വാളിലേക്ക് വന്ന് വളരെ സിമ്പിളായി ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു കോമ്പൗണ്ട് വാളാണ് ഈ വീടിന് ഉള്ളത്. 4.7 മീറ്ററാണ് ഇവിടെ ഗേറ്റിന്റെ ഓപ്പണിംഗ് സ്പേസ് വരുന്നത്. ഒരു ഭാഗത്ത് സ്ലൈഡിംഗ് ഗേറ്റും ഒരു ഭാഗത്ത് ഫോൾഡിംഗ് ഗേറ്റുമാണ് നൽകിയിരിക്കുന്നത്. ഗേറ്റിന്റെ വർക്കിന് കംപ്ലീറ്റ് ആവാനായിട്ടുണ്ട്. ഗേറ്റ് കടന്ന് നമ്മൾ വരുന്നത് ഇന്റർലോക്ക് കട്ടകൾ പാകിയ ഒരു മുറ്റത്തേക്കാണ്. പടിഞ്ഞാറ് ദർശനമായിട്ടുള്ള ഈ വീടിന് 3 വലിയ കാർ പാർക്കിംഗ് സൗകര്യമാണ് ഉള്ളത്. ഞാനിപ്പോൾ ഈ വീടിന്റെ കവേർഡ് കാർ പാർക്കിങ്ങിലാണ് ഉള്ളത്. 14 അടിയോളം നീളവും 9 അടി വീതിയുമാണ് ഈ ഒരു കവേർഡ് കാർ പാർക്കിങ്ങിന് ഉള്ളത്. ഞാനിപ്പോൾ ഈ വീടിന്റെ ഫ്രണ്ട് സൈഡിലായിട്ടാണ് ഉള്ളത്. ഏകദേശം 10 അടിയോളമാണ് ഇവിടുത്തെ വിഡ്ത് വരുന്നത്. ഈ ഒരു ഭാഗത്തും ഇന്റർലോക്ക് കട്ടകളാണ് വിരിച്ചിരിക്കുന്നത്. ഇവിടെയായിട്ട് നമുക്ക് 2 വീലർ പാർക്കിങ്ങിനുള്ള സ്പേസ് ലഭിക്കുന്നുണ്ട്. കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ടാണ് കിണർ നൽകിയിരിക്കുന്നത്. കിണറിന്റെ വർക്കിന് കംപ്ലീറ്റ് ആവാനായിട്ടുണ്ട്. കിണർ കൂടാതെ KW വാട്ടർ കണക്ഷനും ഈ വീടിന് അവൈലബിൾ ആണ്. ഞാനിപ്പോൾ ഈ വീടിന്റെ നോർത്ത് സൈഡിലായിട്ടാണ് ഉള്ളത്. 9 അടിയോളമാണ് ഇവിടുത്തെ വിഡ്ത് വരുന്നത്. ഈ ഒരു ഭാഗത്ത് അത്രയും ഇന്റർലോക്ക് കട്ടകളാണ് വിരിച്ചിരിക്കുന്നത്. പിന്നീട് അങ്ങോട്ട് മെറ്റൽ ചിപ്സ്. ഇവിടെയായിട്ട് വലിയ 2 SUV കാർ പാർക്കിംഗ് സൗകര്യമാണ് നമുക്ക് ലഭിക്കുന്നത്. കൂടാതെ ഇവിടെയായിട്ട് ഒരു ടാപ്പും നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായി മനോഹരമായി ഗാർഡൻ ചെയ്യാനുള്ള ഒരു സ്പേസും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഈ വീടിന്റെ ഈസ്റ്റ് സൈഡിലായിട്ടാണ് ഉള്ളത്. 6 അടിയോളമാണ് ഇവിടുത്തെ വിഡ്ത് വരുന്നത്. ഈ ഒരു ഭാഗത്തെല്ലാം തന്നെ മെറ്റൽ ചിപ്സ് ആണ് വിരിച്ചിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് നമ്മുടെ കിച്ചൺ വരുന്നത്. അതുകൊണ്ട് ഈ ഒരു സ്പേസ് നമുക്ക് വർക്ക് ഏരിയയ്ക്കുള്ള പ്രൊവിഷനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഈ വീടിന്റെ സൗത്ത് സൈഡിലായിട്ടാണ് ഉള്ളത്. 4 അടിയോളമാണ് ഇവിടുത്തെ വിഡ്ത് വരുന്നത്. ഈ ഒരു ഭാഗത്തെല്ലാം മെറ്റൽ ചിപ്സ് ആണ് വിരിച്ചിരിക്കുന്നത്. അത്യാവശ്യം ഗാർഡൻ ചെയ്യാനുള്ള സ്പേസ് നമുക്ക് ഇവിടെയും ലഭിക്കുന്നുണ്ട്. നമുക്കിനി ഈ വീടിന്റെ സിറ്റ് ഔട്ടിന്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. 10 അടിയിലേറെ നീളവും 4.5 അടിയോളം വീതിയുമാണ് ഈ ഒരു സിറ്റ് ഔട്ടിന് ഉള്ളത്. സിറ്റ് ഔട്ട് ഫുള്ളി ഗ്ലോസി ടൈൽ ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. സ്പേഷ്യസ് ആയ ഒരു സിറ്റ് ഔട്ടാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. പടിഞ്ഞാറ് ദർശനമായിട്ടുള്ള ഈ വീടിന്റെ മെയിൻ ഡോർ മഹാഗണിയിൽ ഒറ്റപ്പാളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഭംഗിയുള്ള ഒരു ഡിസൈൻ ഒക്കെ കൊടുത്ത് 3 മിററോട് കൂടിയാണ് ഈ ഒരു മെയിൻ ഡോർ ഇവിടെ വന്നിരിക്കുന്നത്. നമുക്കിനി ഈ വീടിന്റെ വിശാലമായ ലിവിംഗ് സ്പേസിലേക്ക് വരാം. നോർത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ലിവിംഗ് സ്പേസ് വരുന്നത്. 14 അടിയോളം നീളവും 11 അടിയോളം വീതിയുമാണ് ഈ ഒരു ലിവിംഗ് സ്പേസിന് ഉള്ളത്. വെസ്റ്റിലേക്ക് വലുപ്പമുള്ള ഒരു 3 ഡോർ വിൻഡോയും നോർത്തിലേക്ക് 2 ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ വിൻഡോകൾക്ക് നോർമൽ പട്ടയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ലിവിംഗ് സ്പേസിലായി വലുപ്പമുള്ള ഒരു കോർണർ സോഫ സെറ്റും കൂടാതെ ഒരു കോഫി ടേബിൾ ഇട്ടാൽ പോലും പിന്നീട് നമുക്ക് അധികമായിട്ട് സ്പേസ് ലഭിക്കുന്നുണ്ട്. നമ്മുടെ പാസേജിനോ അല്ലെങ്കിൽ മൂവ്മെന്റിനോ ഒന്നും തന്നെ തടസ്സങ്ങൾ ഉണ്ടാവുന്നില്ല. ഈ ഒരു ഭാഗത്തായിട്ടാണ് TV യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. വുഡൻ ഫിനിഷിലാണ് TV യൂണിറ്റ് വന്നിരിക്കുന്നത്. താഴെയും സൈഡിലുമായി അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും ഈ ഒരു ഭാഗത്തായിട്ട് ഡക്ക് സ്പേസും വരുന്നുണ്ട്. കൂടാതെ സ്പോട്ട് ലൈറ്റ് ഒക്കെ കൊടുത്ത് വളരെ മനോഹരമായിട്ടാണ് ഇവിടെ TV യൂണിറ്റ് ചെയ്തിരിക്കുന്നത്. സീലിംഗ് വർക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ മനോഹരമായി സീലിംഗ് ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റും സ്പോട്ട് ലൈറ്റും ഒക്കെ കൊടുത്തിട്ടാണ് ഇവിടുത്തെ സീലിംഗ് വർക്കുകളും വന്നിരിക്കുന്നത്. ലിവിങ്ങിൽ നിന്ന് ഡൈനിങ്ങിലേക്ക് വരുമ്പോൾ ഈ ഒരു ഭാഗത്തും മൾട്ടിവുഡിൽ ചെയ്ത ഒരു പാർട്ടീഷൻ കാണാം. വുഡൻ ഫിനിഷിൽ തന്നെയാണ് ഇതും വന്നിരിക്കുന്നത്. അത്യാവശ്യം ഡക്ക സ്പേസും സ്പോട്ട് ലൈറ്റും ഒക്കെ കൊടുത്താണ് ഇത് വന്നിട്ടുള്ളത്. ഡയറക്റ്റ് നമ്മൾ ഡോറ് തുറന്നു വരുമ്പോൾ ഡൈനിങ് സ്പേസിലേക്കുള്ള വ്യൂ കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ടാണ് താഴത്തെ നിലയിൽ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഇവിടെ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത്. സ്റ്റെയറിൻ്റെ താഴ്ഭാഗത്ത് കബോർഡ് വർക്കുകളൊക്കെ ചെയ്ത് ഇൻവെർട്ടറിനുള്ള പോയിന്റും നൽകിയിട്ടുണ്ട്. കൂടാതെ സൗത്തിലേക്ക് ഒരു 2 ഡോർ വിൻഡോ താഴെയും മുകളിലുമായിട്ട് നൽകിയിട്ടുണ്ട്. ഈ ഒരു കോർണറിലായിട്ടാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. വാഷ് കൗണ്ടറിൻ്റെ വർക്കിന് കംപ്ലീറ്റ് ആവാനായിട്ട് ഉണ്ട്. കൗണ്ടർ ടോപ്പായിട്ട് ഗ്രാനൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ സ്പേഷ്യസ് ആയ ഡൈനിങ് സ്പേസ് വരുന്നത്. 16 അടിയോളം നീളവും കൂടാതെ 9 അടി വീതിയുമാണ് ഈ ഒരു ഡൈനിങ് സ്പേസിന് ഉള്ളത്. ഒരു 8 സീറ്റർ ഡൈനിങ് ടേബിൾ നമുക്ക് ഈസി ആയിട്ട് ഇവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. ഈസിലേക്ക് ഒരു 3 ഡോർ വിൻഡോയും നൽകിയിട്ടുണ്ട്.
സീലിംഗ് വർക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ മനോഹരമായി സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സ്ട്രിപ്പ് ലൈറ്റ്, സ്പോട്ട് ലൈറ്റും സീലിംഗ് ലൈറ്റും ഒക്കെ കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഈ വീട്ടിൻ്റെ ഓപ്പൺ കിച്ചൺ വരുന്നത്. ഈ വീട്ടിൽ വി ഗാർഡിൻ്റെ വയസ്സും ലെഗ്രാൻഡിൻ്റെ സ്വിച്ചസുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കിച്ചണിലൊഴികെ ബാക്കി എല്ലായിടത്തും ക്ലോസി ടൈലാണ് വന്നിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ ഓപ്പൺ കിച്ചണിലേക്ക് വരാം. ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ട് ടൈലാണ് കൗണ്ടർ ടോപ്പായിട്ട് വരുന്നത്. കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ട് മനോഹരമായ ഒരു ക്രോക്കറി യൂണിറ്റ് വരുന്നുണ്ട്. ഡെക്കർ സ്പേസ് വെക്കാനുള്ള ഒരു സ്പേസും കിട്ടുന്നുണ്ട്. ഇവിടെ എല്ലാം തന്നെ സ്പോട്ട് ലൈറ്റ് ഒക്കെ കൊടുത്ത് ഈ ഒരു പാനൽ ഇങ്ങോട്ട് കണ്ടിന്യൂ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പാനലിലെല്ലാം തന്നെ സ്പോട്ട് ലൈറ്റ് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് നമ്മുടെ ഈ കിച്ചൺ വരുന്നത്. 9 അടിയോളം നീളവും 9 അടി വീതിയുമാണ് ഈ ഒരു കിച്ചണിന് ഉള്ളത്. മാറ്റ് ഫിനിഷ് സ്റ്റൈലാണ് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഈസ്റ്റിലേക്കാണ് സ്റ്റൗവിനുള്ള പ്രൊവിഷൻ വരുന്നത്. നോർത്തിലേക്ക് ഒരു 3 ഡോർ വിൻഡോയും നൽകിയിട്ടുണ്ട്. 2 ലെയറായി അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും നമുക്ക് ലഭിക്കുന്നുണ്ട്. മൂന്നാമത്തെ ലെയർ എടുക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ സ്റ്റോറേജ് സ്പേസ് ലഭിക്കുന്നതാണ്. ഈ ഒരു ഭാഗത്തായിട്ട് വലുപ്പമുള്ള ഒരു സിങ്കും 2 ടാപ്പും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഫ്രിഡ്ജിനുള്ള പോയിന്റ് വരുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ താഴത്തെ നിലയിലെ ബെഡ്റൂമിലേക്ക് വരാം. ഈ ബെഡ്റൂമിൻ്റെ ഡോർ സ്കിൻ ഡോറാണ് വന്നിരിക്കുന്നത്. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. 12.5 അടിയിലേറെ നീളവും 11.5 അടി വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിന് ഉള്ളത്. സൗത്തിലേക്കും വെസ്റ്റിലേക്കും 3 ഡോർ വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. സീലിംഗ് വർക്കിലേക്ക് വന്നാൽ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സീലിംഗ് ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റും ഒക്കെ കൊടുത്ത് ഭംഗിയായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് വാൾഡ്രോബ് സെറ്റ് ചെയ്തിരിക്കുന്നത്. വലുപ്പമുള്ള ഒരു വാൾഡ്രോബ് നൽകിയിട്ടുണ്ട്. കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ടൊരു ലാപ്ടോപ്പ് ടേബിളും വരുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. കയറി വരുമ്പോൾ തന്നെ സെറയുടെ ഒരു വാഷ് കൗണ്ടറും ഒരു മിററും നൽകിയിട്ടുണ്ട്. അത്യാവശ്യം സ്പേഷ്യസ് ആയ ഈ ഒരു ബാത്റൂമിന് മാറ്റ് ഫിനിഷ് സ്റ്റൈലാണ് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. സെറയുടെ തന്നെ വാട്ടർ ക്ലോസറ്റാണ് നൽകിയിരിക്കുന്നത്. ഹീറ്ററിനുള്ള പോയിന്റും എക്സ്പോസ്റ്റ് ഫാനുള്ള പ്രൊവിഷനും ഈ ഒരു ബാത്റൂമിൽ നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ വീടിൻ്റെ സ്റ്റെയറിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സ്റ്റെപ്പുകളെല്ലാം തന്നെ ടൈലിലാണ് ചെയ്തിരിക്കുന്നത്. ത്രെഡെല്ലാം തന്നെ മാറ്റ് ഫിനിഷിലുള്ള വുഡൻ ടെക്സ്ചറിലുള്ള ടൈലിലാണ് വന്നിരിക്കുന്നത്. സ്റ്റെപ്പ് ലൈറ്റ്സും നൽകിയിട്ടുണ്ട്. ഹാൻഡ് റെയിൽ എസ്എസിലാണ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽ നമ്മുടെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് വരുന്നത്. സ്റ്റെയർ കയറി നമ്മൾ വരുന്നത് അത്യാവശ്യം സ്പേഷ്യസ് ആയ ഒരു അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ്. 14 അടിയിലേറെ നീളവും 9 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു സ്പേസിന് ഉള്ളത്. ഈസ്റ്റിലേക്ക് ഒരു 3 ഡോർ വിൻഡോയും നൽകിയിട്ടുണ്ട്. ഈ ഒരു കോർണറിലായിട്ട് നമുക്കൊരു സ്റ്റഡി ടേബിളോ ഓഫീസ് ടേബിളോ ഒക്കെ ചെയ്യാനുള്ള സ്പേസ് ലഭിക്കുന്നുണ്ട്. ഇവിടെയായിട്ടാണ് യൂട്ടിലിറ്റി സ്പേസിലേക്കുള്ള ഓപ്പണിംഗ് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് മുകളിലത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ മുകളിലത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് വരാം. ഈ ബെഡ്റൂമിൻ്റെ ഡോറും സ്കിൻ ഡോറാണ് വന്നിരിക്കുന്നത്. നോർത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. 16 അടിയോളം നീളവും 14 അടിയോളം വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിന് ഉള്ളത്. വളരെ സ്പേഷ്യസ് ആയ ഒരു ബെഡ്റൂമാണ് ഇവിടെയായിട്ട് നമുക്ക് ലഭിക്കുന്നത്. നോർത്തിലേക്ക് ഒരു 2 ഡോർ വിൻഡോയും വെസ്റ്റിലേക്ക് 3 ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് വാൾഡ്രോബ് സെറ്റ് ചെയ്തിരിക്കുന്നത്. വാൾഡ്രോബിൻ്റെ ഈ ഒരു എൻഡിലായിട്ട് അത്യാവശ്യം ഡെക്കർ സ്പേസ് വരുന്നുണ്ട്. സ്പോട്ട് ലൈറ്റ് ഒക്കെ കൊടുത്ത് ഭംഗിയായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് ഇവിടെയും നൽകിയിരിക്കുന്നത്. കയറി വരുമ്പോൾ തന്നെ സെറയുടെ ഒരു വാഷ് കൗണ്ടറും ഒരു മിററും നൽകിയിട്ടുണ്ട്. സെറയുടെ തന്നെ വാട്ടർ ക്ലോസറ്റാണ് നൽകിയിരിക്കുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയ ഒരു ബാത്റൂമിൽ മാറ്റ് ഫിനിഷ് സ്റ്റൈലാണ് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഹീറ്റർ എന്നുള്ള പോയിന്റും എക്സ്പോസ്റ്റ് ഫാനുള്ള പ്രൊവിഷനും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോറും സ്കിൻ ഡോറാണ് നൽകിയിരിക്കുന്നത്. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. 12.5 അടിയിലേറെ നീളവും 11.5 അടി വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിൽ ഉള്ളത്. സൗത്തിലേക്ക് 3 ഡോർ വിൻഡോയും വെസ്റ്റിലേക്ക് 2 ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിൽ നിന്നാണ് ബാൽക്കണിയിലേക്കുള്ള ഓപ്പണിംഗ് വരുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഇവിടെ ഫൈബർ ഡോർ തന്നെയാണ് നൽകിയിരിക്കുന്നത്. കയറി വരുമ്പോൾ തന്നെ സെറയുടെ ഒരു വാഷ് കൗണ്ടർ മിററും നൽകിയിട്ടുണ്ട്. അത്യാവശ്യം സ്പേഷ്യസ് ആയ ഈ ഒരു ബാത്റൂമിന് മാറ്റ് ഫിനിഷ് സ്റ്റൈലാണ് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. കൂടാതെ വാട്ടർ ക്ലോസറ്റും സെറയുടെയാണ് ചെയ്തിരിക്കുന്നത്. എക്സ്പോസ്റ്റ് ഫാനുള്ള പ്രൊവിഷനും ഹീറ്ററിനുള്ള പോയിന്റും ഈ ഒരു ബാത്റൂമിൽ നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ വീടിൻ്റെ ബാൽക്കണിയുടെ ഡീറ്റെയിൽസിലേക്ക് വരാം. 11 അടിയോളം നീളവും 4 അടിയോളം വീതിയുമാണ് ഈ ഒരു ബാൽക്കണിക്ക് ഉള്ളത്. ഈ ഒരു ഭാഗത്തായിട്ട് ടെക്സ്ചർ വർക്കുകളൊക്കെ ചെയ്ത് ഭംഗിയായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽ എസ്എസും ഗ്ലാസും ഉപയോഗിച്ചാണ് വന്നിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ യൂട്ടിലിറ്റി സ്പേസിലേക്ക് വരാം. 16 അടിയിലേറെ നീളവും 10 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു യൂട്ടിലിറ്റി സ്പേസിന് ഉള്ളത്. മാറ്റ് ഫിനിഷ് സ്റ്റൈലാണ് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു കോർണറിലായിട്ടാണ് വാഷിംഗ് മെഷീനുള്ള പോയിന്റ് വരുന്നത്. ഇവിടെ നിന്നാണ് ഓപ്പൺ ടെറസിലേക്കുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത്. ഈ വീട്ടിൽ നിന്ന് ബസ് സ്റ്റോപ്പിലേക്ക് 1 കിലോമീറ്റർ, ചാർട്ടർ ആൻഡ് കൊച്ചിൻ ഇൻ്റർനാഷണൽ സ്കൂളിലേക്ക് 450 മീറ്റർ, സമരട്ടൺ ഹോസ്പിറ്റലിലേക്ക് 2.5 കിലോമീറ്റർ, കിൻഫ്ര ഹൈടെക് പാർക്കിലേക്കും കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്കും 8 കിലോമീറ്റർ, കാക്കനാടേക്ക് 11 കിലോമീറ്റർ,
ഇൻഫോ പാർക്കിലേക്ക് 9 കിലോമീറ്റർ, എടപ്പള്ളിയിലേക്ക് 11 കിലോമീറ്റർ, കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് 20 കിലോമീറ്റർ, കലൂരേക്ക് 18 കിലോമീറ്റർ എന്നിങ്ങനെയാണ് ഡിസ്റ്റൻസായി വരുന്നത്. 4 സെന്റ് 400 ലിങ്സ് സ്ഥലത്ത് 1700 സ്ക്വയർ ഫീറ്റിൽ 3 BHK പ്ലസ് യൂട്ടിലിറ്റിയോട് കൂടിയ ഈ വീടിന് ബിൽഡർ ചോദിക്കുന്നത് 63 ലക്ഷം രൂപയാണ്. ഈ വില നെഗോഷ്യബിളുമാണ്. അതുപോലെ ഈ വീടിന് ഹോം ലോണും അവൈലബിൾ ആണ്. എറണാകുളം ജില്ലയിൽ ഇതുപോലെ മനോഹരമായ വീടുകൾ നേരിൽ കാണുന്നതിനും കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും ബിൽഡറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും വാങ്ങുന്നതിനും കൺസ്ട്രക്ട് ചെയ്യുന്നതിനും സ്ക്രീനിൽ കാണുന്ന ബുദ്ധ സ്റ്റേഷൻ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ പേര് നീതു. താങ്ക്സ് ഫോർ വാച്ചിങ്.